ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു 3D ഫ്ലവറാണ്. ഇതുപോലെ ഇതളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. സോ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു 3D ഫ്ലവറാണ്. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഇതളുകൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ സെയിം ഷേപ്പിൽ നമുക്ക് ഫ്ലവറിൻ്റെ ഇതളുകൾ വെക്കാം. ഇതിനകത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് പ്ലസ് നമ്മളിത് ലോക്ക് ചെയ്ത്, അതായത് ഈ ക്ലോത്ത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടി, കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ബോൾസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 4 ഇതളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പശ, ഇതുപോലത്തെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. വെളിയിലല്ല, അടിഭാഗങ്ങളിൽ. സോ ഞാനിപ്പം ഒരു ഇതൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ വശത്തും. ഇതിപ്പോൾ ഞാനൊരു മണിക്കൂർ മുമ്പ് തേച്ച് കൊടുത്തത് കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പം നമ്മൾ ഇതിന് ചുറ്റും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇതിന് ചുറ്റും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം അപ്പോൾ നമ്മൾ ഇതിൽ ലോക്ക് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഈ ത്രെഡൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡുകളിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത് പശ തേച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പശ തേക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഇതളായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബീഡാണ്. ഇത് റോസ് ഒരു ഷേപ്പ് ആയിരുന്നു. പിന്നെ അല്ലാതെ ക്രിസ്റ്റലിൻ്റെ 2-3 ബോൾസ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ വെക്കുക. ഇതിന് നടുക്ക് റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം. ഇതിന് നടുക്ക് ഞാനൊരു ബോൾ പോലത്തെ ഒരു ഗോൾഡൻ ബീഡ്സ്, റോസ് പോലത്തെ സ്ട്രക്ചറുള്ള ഒരു ബീഡ്സ് ഇടാമെന്ന് വിചാരിക്കുന്നു. അതിന് ചുറ്റും ഒരു കട്ട് ബീഡ്സ് അല്ലെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സുകൾ സ്പേസ് ഉള്ള അനുസരിച്ച് വെക്കാം. അപ്പോൾ നമ്മളുടെ ഫ്ലവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓരോ ഇതൾ ചെയ്തേക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കി നിങ്ങളും ഇത് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. God bless you all. Please like and subscribe my YouTube channel. Okay, bye.